ലിമിറ്റ് ഓഫ് ലിമിറ്റ്ലെസ് ഡ്രീംസിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയുടെ പേരാണ് ചിക്കൻ കാഫ്രിയാൽ. ഈ ഡിഷ് പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ നിന്ന് ഗോവയിൽ എത്തിച്ചതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല മിക്സ് ആണ്. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയ ഒരു പിടി മല്ലിയില, ഒരു വലിയ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്, ഒരു 10-15 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ബേ ലീഫ്, 2 കഷ്ണം പട്ട ചെറുതായി പൊട്ടിച്ചത്, 7-8 ഗ്രാമ്പൂ, 8 പച്ചമുളക്, 2 ചെറുനാരങ്ങയുടെ നീര് എന്നിവയെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കിലോ ചിക്കൻ നന്നായി കഴുകിയത് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മസാല മിക്സ് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മിനിമം 2 മണിക്കൂറെങ്കിലും എടുത്തു വെക്കാം. എത്രയും നേരം ഫ്രിഡ്ജിൽ വെക്കുന്ന അത്രയും ചിക്കൻ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതേ പാനിലേക്ക് തീ കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാല മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക.
അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആ മസാല വെള്ളം ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. അത് അവിടെ ഇരുന്ന് ആവുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് പൊരിച്ചെടുക്കുക. ഇതിനു മുകളിലേക്ക് ഒരു നുള്ളുപ്പ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂടി വെച്ച ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാഫ്രിയൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആഫ്രിക്കൻ റെസിപ്പിയായ ചിക്കൻ കാഫ്രിയൽ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയുടെ മണവും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവും ചെറുനാരങ്ങയുടെ പുളിയും എല്ലാം ചേർന്ന ഒരു പ്രത്യേക രുചിയാണ് ഈ ചിക്കന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നിർബന്ധമായും ട്രൈ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.